ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്കയെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ നേടാനുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശുഭാങ്കിന്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിന്റെ ഉപനായകനായി എത്തിയിരിക്കുന്നത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്താണ്. നമുക്കറിയാം, ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയ്ക്കിടയിൽ പരിക്കുപറ്റി കുറച്ചു നാളായി വിശ്രമത്തിലായിരുന്നു ഋഷഭ് പന്ത്. ഇപ്പോൾ ഇതാ ഇന്ത്യൻ ടീമിലേക്ക് താരം മടങ്ങിയെത്തുന്ന ഒരു ടെസ്റ്റ് പരമ്പരയും കൂടിയാണ് ഇത്. മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിൽ എത്തിയിരിക്കുന്നത് ധ്രുവ് ജുറേലാണ്. അതുപോലെ KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ, സായി സുദർശൻ, ദേവദത്ത് പടിക്കർ എന്നിവരൊക്കെ ടീമിൽ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. ഓൾറൗണ്ടർമാരുടെ പട്ടികയിലേക്ക് നോക്കുകയാണെങ്കിൽ രവീന്ദ്ര ജഡേജയോടൊപ്പം വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലും നിതീഷ് കുമാർ റെഡ്ഡിയുമാണുള്ളത്. പേസ് നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേസ് നിരയിൽ മുഹമ്മദ് സിറാജ്, ആകാശ് ദീപും മടങ്ങിയെത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ സ്പിന്നറായി കുൽദീപ് യാദവിനെയാണ് ടീമിൽ പരിഗണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന 3 മത്സരങ്ങൾ അടങ്ങുന്ന അനൗദ്യോഗിക ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു ടീമിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഇന്ത്യയുടെ യുവ താരമായ തിലക് വർമ്മയാണ്. തിലക് വർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണ്. അതേസമയം മലയാള താരമായ സഞ്ജു സാംസനെ ഈ ഒരു ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ യുവതാരം ഇഷാൻ കിഷൻ ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അഭിഷേക് ശർമ്മയും റിയൻ പരാഗും ആയുഷ് ബദൂനിയും ഒക്കെ ടീമിലുണ്ട്. പേസ് നിരയിൽ നോക്കുകയാണെങ്കിൽ ഹർഷദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, ഹർഷത് റാണ എന്നീ താരങ്ങളൊക്കെ പേസ് നിരയിലുണ്ട്. ഈ 2 സ്ക്വാഡുകളെയും പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ സീനിയർ പേസറായ മുഹമ്മദ് ഷമിയെ ഈ ഒരു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിലേക്ക് തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് മുഹമ്മദ് ഷാമി നടത്തുന്നത്. കൂടാതെ നമുക്കറിയാം, ശ്രേയസ് അയ്യർ പരിക്കു പറ്റിയതിന് മൂലം ശ്രേയസ് അയ്യർക്കും ടെസ്റ്റ് പരമ്പര നഷ്ടമായിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.